അവരെല്ലാവരും എല്ലാവരും അവിടെ കിടന്ന് കരയുന്ന നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കണ്ടോളാൻ വയ്യ എന്നും പറഞ്ഞ് ഞങ്ങൾക്കും കണ്ടോളാൻ വയ്യ. എൻ്റെ മക്കളെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് എല്ലാ സർക്കാരും ഇടപെട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ നാട്ടിലെത്തിച്ച് തരണം. ഞങ്ങളതിന് വേണ്ടി ഞങ്ങൾ ജീവൻ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്താൻ 2018 എൻ്റെ മക്കളെ മലേഷ്യയിൽ കെമിക്കൽ പണിയെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്ന് 2 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് ആ പണി കെമിക്കലിൻ്റെ പണിയല്ല വേറെ എന്തോ പണിയാണെന്ന് സംശയം വെച്ചുകൊണ്ട് നാട്ടിൽ വരണമെന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ച് ഒരു 3 മക്കൾ സബീറും ഈ സിയാദും എൻ്റെ മോനും കൂടെ ബഹളം വെച്ച് നാട്ടിൽ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൊണ്ടുപോയ സജീവെന്നും പറഞ്ഞൊരു ചെറുക്കൻ അവരാണ് ഇവരെ കൊണ്ടുപോകണത്. ആ ചെറുക്കൻ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവർ വിളിപ്പിച്ച് കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് ഇട്ട് കൊടുത്ത് വിളിപ്പിച്ച് ഇവിടെ 3 പേര് ഇവിടെ ബഹളം വയ്ക്കുന്നു. അവർക്ക് നാട്ടിൽ പോകണമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് നീ ഇവിടെ കയറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സജീവിനെ അവിടെ വരുത്തിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഉൾപ്പെടെ അവരെല്ലാവരെയും കൂടെ പിടിച്ച് ജയിലിൽ കിടക്കി. 8 വർഷം കഴിഞ്ഞ് എൻ്റെ മോൻ പെണ്ണ് കെട്ടി 3 പെൺമക്കളുണ്ട്. അവർ ഇതിനെ ചൊല്ലി പിണങ്ങി അവർ പോയി ഇവിടുന്ന്. പാപ്പ നാട്ടിൽ വന്നിട്ട് എടുത്തോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മക്കളെ കണ്ടോളാൻ വയ്യ എല്ലാവരെയും കണ്ടോളാൻ വയ്യ എന്ന് പറഞ്ഞ് ജയിലിൽ കിടന്ന് കരയുന്നു. എങ്ങനെയെങ്കിലും സർക്കാരെല്ലാവരും കൂടെ ഇടപെട്ട് എൻ്റെ മക്കളെയൊക്കെ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിങ്ങൾ എത്തിച്ചു തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടോളാൻ വയ്യ. വിളിക്കുക അവരാഴ്ചയിൽ ഒരു ദിവസം വിളിക്കും. ചൊവ്വാഴ്ച ദിവസം ഒരാൾ തിങ്കളാഴ്ച വിളിക്കും, സബീർ തിങ്കളാഴ്ച വിളിക്കും, ഫാറൂഖ് ചൊവ്വാഴ്ച വിളിക്കും, സിയാദ് വ്യാഴാഴ്ച വിളിക്കും. എല്ലാവരും അവിടെ കിടന്ന് കരയുന്ന നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കണ്ടോളാൻ വയ്യ എന്നും പറഞ്ഞ് ഞങ്ങൾക്കും കണ്ടോളാൻ വയ്യ. എൻ്റെ മക്കളെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് എല്ലാ സർക്കാരും ഇടപെട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ നാട്ടിലെത്തിച്ച് തരണം. ഞങ്ങളതിന് വേണ്ടി ഞങ്ങൾ ജീവൻ വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്താൻ